സമസ്തയിലെ നടപടിയിൽ വിവേചനമെന്ന് മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. നിസ്സാര കാര്യങ്ങൾക്കാണ് തന്നോട് വിശദീകരണം തേടിയത്. ഉമർ ഫൈസിക്ക് വിശദീകരണം നൽകാൻ ഒരാഴ്ച നൽകിയപ്പോൾ തനിക്ക് 2 ദിവസമാണ് നൽകിയതെന്ന് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി 24-നോട് പറഞ്ഞു. അവസാനിച്ചിട്ടില്ല. ഇന്നലത്തെ ചർച്ചയിൽ വരേണ്ടതായിരുന്നു. അതിപ്പോൾ ഈ ഓഫീസിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ താല്പര്യത്തിന് മുതൽ സ്വാധീനം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കണം. മറ്റെങ്ങനെ ആവാൻ സാധ്യതയില്ലല്ലോ. എന്നോട് വിശദീകരണം ചോദിച്ചത് 48 മണിക്കൂറിൻ്റെ ഉള്ളിലാണ്. അതിന് അത്ര വലിയ കാര്യമായ ഒരു കാരണമൊന്നുമില്ല. അതേസമയം ഉമർ ഫൈസി പിന്നെ അടിത്തറ മാന്തുന്ന പ്രസ്താവനയും പ്രസംഗമൊക്കെ നടത്തിയിട്ട് അതിന് വിശദീകരണം ചോദിച്ചപ്പോൾ ഒരാഴ്ചയാണ് സമയം കൊടുത്തത്. മാത്രമല്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് കിട്ടിയോ ഇല്ല, അതിൻ്റെ പശ്ചാത്തലം എന്താണ്, അതിൻ്റെ പരിണതി എന്തായി എന്നും അറിയില്ല. സുപ്രഭാതം പത്രത്തിലെ LDF പരസ്യം നൽകിയതിലെ വീഴ്ച അടുത്ത മുഷാവറയിൽ ചർച്ച ചെയ്യുമെന്നും ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി വ്യക്തമാക്കി. കുറ്റം വളരെ ഗുരുതരമാണ്. മുസ്ലിമീങ്ങൾ മതസൗഹാർദ്ദത്തിന് ആളുകൾ ഒന്നിച്ചുകൂടി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും മറ്റുള്ളവരും സൗഹൃദപൂർവ്വം ജീവിക്കണമെന്ന് താല്പര്യപ്പെടുന്നവരാണ്. അതിന് വിഘാതമായൊരു പരസ്യം സമസ്തയുടെ പേരിലുള്ള പത്രത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അത് അക്ഷന്തവ്യമായ കുറ്റമാണ്. അതിന് മതിയായ നടപടി എടുക്കുകയാണ് വേണ്ടത്. അത് സംബന്ധിച്ച ചർച്ചകൾ ഇനി നടക്കും അടുത്ത മുഷാവറയിൽ. സമീർ ബിൻ കരീം വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഈ സമസ്തയിലെ തർക്കം പരസ്യപോരിലേക്ക്, അതിരൂക്ഷമായ അഭിപ്രായ ഭിന്നതയിലേക്ക്, വാക്കേറ്റത്തിലേക്കൊക്കെ പോയിരിക്കുന്ന സാഹചര്യം നമുക്കറിയാം. അതിനിടയിൽ പരസ്യപോര് തുടരുക തന്നെയാണ്. ബഹാവുദ്ദീൻ നദ്വിയോട് സംസാരിക്കുമ്പോൾ മനസ്സിലായത് എന്താണ്? ഈ സമസ്തയിലെ നടപടികളിൽ തന്നെ വിവേചനമുണ്ട് എന്ന ഗുരുതരമായ വിമർശനം അദ്ദേഹം ഉയർത്തുന്നു. സമീർ, റീജിത്ത്, സമസ്തയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചേർന്ന മുഷാവറ യോഗം തന്നെ പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കമായ ഘട്ടത്തിലാണ് നേതൃത്വമാകെ തന്നെ പ്രതിസന്ധിയിലാകുന്ന ഒരു സമയം ഉണ്ടായിരിക്കുന്നത്. അതിന് പിന്നാലെ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി തന്നെ മുഷാവറ അംഗമാണ്. അദ്ദേഹം തന്നെ സമസ്തയിൽ നടപടിയെടുക്കുന്ന കാര്യത്തിൽ വിവേചനമുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറയുന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ബഹാവുദ്ദീൻ നദ്വിയോട് സമസ്ത ഒരു വിശദീകരണം ചോദിച്ചിരുന്നു. 48 മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്നായിരുന്നു ആ കത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഉമർ ഫൈസിയോട് വിശദീകരണം ചോദിച്ചപ്പോൾ അത് ഒരാഴ്ചക്കകം മറുപടി പറയണമെന്നാണ് ആ കത്തിൽ ആവശ്യപ്പെട്ടത്. മാത്രമല്ല, ആ വിശദീകരണം ലഭിച്ചോ ഇല്ലയോ എന്ന് പോലും മുഷാവറ അംഗമായ തനിക്ക് അറിയില്ല എന്നുള്ളതാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായി തന്നെ സമസ്ത നേതൃത്വത്തെയാണ് ബഹാവുദ്ദീൻ നദ്വി വിമർശിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണെന്നാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അതായത് ലീഗ് വിരുദ്ധർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല, ഒപ്പം തന്നെ ലീഗ് അനുകൂലർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുന്നു എന്നാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ മുഷാവറ യോഗത്തിലെ ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞിരുന്നു. ഇതിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ പറയുന്നത് ഈ മുഷാവറ യോഗത്തിലെ തീരുമാനങ്ങളെല്ലാം തന്നെ ഈ മാധ്യമങ്ങളോട് പുറത്ത് പറയുന്നത് ചട്ടവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ കൃത്യമായ നടപടി വേണമെന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. എന്നാൽ മറുവിഭാഗം ഉന്നയിക്കുന്നത് ഉമർ ഫൈസിക്കെതിരാണ് നടപടി വേണ്ടത്. അദ്ദേഹം നടത്തിയത് ഗുരുതരമായ ചട്ടലംഘനമാണ്. ഒരു തരത്തിലും ഒരു മുഷാവറ അംഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന മറുവിഭാഗവും പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗം നേതാക്കളും പരസ്യമായി തന്നെ പ്രതികരിച്ചുകൊണ്ട് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. റജിത്ത്, ശരി. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു. ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ ഒരു വിഭാഗം ശക്തമായി രംഗത്ത് വരുന്നുണ്ട്. മുഷാവറയിലെ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞതിനെതിരെ നടപടി വേണം എന്നാണ് അവരുടെ ആവശ്യം. അതിൽ പിന്നോട്ടില്ല എന്ന നിലപാട് അവർ ഉറപ്പിച്ച് പറയുന്നുമുണ്ട്.